വി.ഡി. സതീശന് നാമനിർദ്ദേശ പത്രികയും മാറ്റിവെച്ചിരിക്കുന്നു. പത്രിക സ്വീകരിക്കുന്നതിനെ എതിർ സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്റർ പരാതി നൽകിയിരുന്നു. ഔദ്യോഗിക വാഹനത്തിന്റെ പെനാൽറ്റി അടച്ചിട്ടില്ല, കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം കുറച്ചു കാണിച്ചു എന്നുള്ളത് തന്നെയാണ് പരാതി. അരുൺ ശങ്കർ ഉണ്ട്. അരുൺ, ഇപ്പോൾ ഈ പരാതി നൽകിയിട്ടുള്ള ആൾ അരുണിന് ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് പത്രിക മാറ്റിവെച്ചു, എന്താണ് വിവരങ്ങൾ? ഇന്ന് ഈ സൂക്ഷ്മ പരിശോധന നടത്തുന്ന സമയത്താണ് പത്രിക സ്വീകരിക്കുന്നതിനെതിരെ എതിർപ്പുമായിട്ട് എതിർ സ്ഥാനാർത്ഥിയെ ടൈസൺ മാസ്റ്ററുടെ പ്രതിനിധി അയൂബ് ഖാൻ രംഗത്തെത്തിയത്. 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഒബ്ജക്ഷനായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പെനാൽറ്റി 2 തവണ പെനാൽറ്റി അടിച്ചിട്ടുണ്ട് മോട്ടോർ വകുപ്പ്, അത് ഒടുക്കിയില്ല എന്നുള്ളതാണ് ഒരു ഒബ്ജക്ഷൻ. അതോടൊപ്പം തന്നെ വരുമാന സ്രോതസ് വ്യക്തമാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ കൈവശമുള്ള സ്വർണ്ണത്തിൻ്റെ മൂല്യം കുറച്ച് കാണിച്ചു എന്നീ 3 തടസ്സവാദങ്ങളാണ് പത്രിക സ്വീകരിക്കുന്നതിനെതിരെ ഉന്നയിച്ചത്. സതീശൻ്റെ പ്രതിനിധിയും ഈ വാദങ്ങൾക്ക് പ്രതിവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഭരണാധികാരി എടുത്തിരിക്കുന്ന തീരുമാനം ഈ 2 പേരുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും എഴുതി നൽകുക എന്നുള്ളതാണ്. അതിനുശേഷം 3 മണിക്ക് വീണ്ടും പത്രിക സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ പത്രിക വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ സമയത്ത് ഭരണാധികാരി ഒരു തീരുമാനത്തിലേക്ക് പോകും. എന്തായാലും ഈ എതിർപ്പുകൾ ഉന്നയിച്ച അയൂബ് ഖാനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പണ്ടും ഇപ്പോൾ 6ാമത്തെ തവണ 7ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. അന്നും ഇത്തരത്തിലുള്ള ഈ അന്നത്തെ ഒരു ഇതും കൂടെ പരിശോധിച്ചുകൊണ്ടാണോ ഈ പത്രികയിൽ ഒബ്ജക്ഷനുകൾ ഉന്നയിച്ചിട്ടുള്ളത്? അല്ല, പത്രികയിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ഓപ്പോസിഷൻ ലീഡർ എന്നുള്ളതിൻ്റെ സാലറി അലവൻസ് ഒന്നാണ്. പക്ഷെ അത് എത്രയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഈ 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ എന്തായാലും കുറച്ച് പണം കിട്ടുമല്ലോ. 60 മാസത്തെ വരുമാനം എന്താണ്, അതിൻ്റെ അസറ്റ് എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രൊഫഷണലി ലോയറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോയറായിട്ട് അദ്ദേഹത്തിന് വരുമാനം ഉണ്ടോ ഇല്ല എന്നതിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇല്ലെങ്കിൽ അത് പറയണം, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, എനിക്ക് വരുമാനമില്ല, അത് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഭാര്യയ്ക്ക് 1128 ഗ്രാം സ്വർണ്ണം ഉണ്ടെന്ന് പറയുന്നു. അത് 146 പവൻ. ഈ 146 പവൻ്റെ വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്ന 46 ലക്ഷം രൂപയാണ്. നമ്മൾ ഇന്നത്തെ നോമിനേഷൻ കൊടുക്കുന്ന തീയതിയിലെ വാല്യൂ അനുസരിച്ച് അതിന് ഏതാണ്ട് 1,57,00,000-ലക്ഷത്തിലധികം രൂപ വരും. അത്രയും പണം ഇന്നത്തെ കാണിച്ചിട്ടില്ല, കുറച്ച് കാണിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 35 ഗ്രാം സ്വർണ്ണം ഉണ്ടെന്ന്, അതിന് വെറും 1 ലക്ഷം രൂപ കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്കറിയാമല്ലോ, 35 ലക്ഷം രൂപ കൂടുതൽ വരും. 1,05,800 രൂപയാണ് ഇന്നലെ നോമിനേഷൻ കൊടുക്കുന്ന സ്ഥിതിയിൽ സ്വർണ്ണത്തിൻ്റെ സർക്കാർ പ്രസിദ്ധീകരിച്ച വാല്യൂ. സ്വാഭാവികമായും അതിൻ്റെ വാല്യൂ 35 ലക്ഷത്തിന് മുകളിൽ വരും. അത് കാണിക്കാതെ കുറച്ച് കാണിച്ചിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോമിനേഷൻ കൊടുക്കുമ്പോൾ സർക്കാർ ലയബിലിറ്റി പാടില്ല എന്നാണ്. മന്ത്രിമാർക്കും ഒപ്പോസിഷൻ ലീഡർക്കും ചീഫ് വിപ്പിനൊക്കെ സർക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് വാഹനം കൊടുക്കുന്നത്. ആ വാഹനം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന എല്ലാത്തരം ലയബിലിറ്റികളും അവരുടെ ചുമതലയായിരിക്കും. നമ്മുടെ മന്ത്രിമാരെല്ലാം ആ ചുമതലയെല്ലാം നിർവഹിച്ചിട്ടുണ്ട്, ലയബിലിറ്റി എല്ലാം അടച്ചു തീർത്തിട്ടുണ്ട്. എന്നാൽ ഒപ്പോസിഷൻ ലീഡർ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് വന്നിട്ടില്ല 2 തവണത്തെ ഫൈൻ അടച്ചിട്ടില്ല എന്ന് ഇന്ന് രാവിലെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ സൈറ്റിൽ നിന്ന് ലഭ്യമായ റെസിപ്റ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം തടസ്സങ്ങളാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് പ്രതിവാദം വന്നിരിക്കുന്നത് ഒന്ന് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് അഡീഷണൽ ഡയറക്ടറുണ്ട്, വിനോദസഞ്ചാര വകുപ്പിൽ അഡീഷണൽ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് അത്തരം ലയബിലിറ്റി ഇല്ലെന്നുള്ളതാണ്. സോ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും പ്രതിപക്ഷ നേതാവുമായിട്ട് ലയബിലിറ്റി ഇല്ല എന്നാണ്. പ്രതിപക്ഷ നേതാവ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലയബിലിറ്റി ഉണ്ടോയെന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് പറയാൻ പറ്റില്ല, അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത് സ്വർണ്ണത്തിൻ്റെ കാര്യം പറയും, ഇൻകം ടാക്സ് അതോറിറ്റിയാണ് വാല്യൂ തീരുമാനിക്കുന്നത്. സ്വർണ്ണത്തിൻ്റെ ഒരു വാദമായിട്ട് പറഞ്ഞത് ഇത് 2021 35 ഗ്രാം സ്വർണ്ണം വാങ്ങിയതും ആ സമയത്തെ വാല്യൂ ആണ് സ്വർണ്ണത്തിന് അല്ല, അങ്ങനെയാണ് അവർ പറയുന്നത്. അത് എന്തോ അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പൽ പ്രകാരം ആ സമയത്തെ വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയും. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ ജനപ്രാതിനിധ്യ നിയമത്തിലോ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിലോ അക്കൗണ്ടൻസി റൂൾസ് ആപ്ലിക്കബിൾ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വാല്യൂ നിശ്ചയിക്കാൻ പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രിവെയിലിംഗ് വാല്യൂ ആസ് പെർ മാർക്കറ്റ്. മൂന്നാമത്തെ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അത് എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആദായ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ട് അത് എക്സെപ്റ്റഡ് ആണ്. എക്സെപ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ എത്രയെന്ന് പറയണ്ടേ? എക്സെപ്റ്റ് ചെയ്തോട്ടെ. എക്സെപ്റ്റ് ചെയ്യുന്ന ഇൻകം ടാക്സിനാണ്. ഇവിടെ ഇൻകം ടാക്സിൻ്റെ ഹിയറിംഗ് അല്ലല്ലോ നടക്കുക. സ്വാഭാവികമായിട്ട് താങ്കൾക്ക് ആത്മവിശ്വാസമുണ്ടോ പത്രിക സ്വീകരിക്കില്ല എന്ന്? പത്രിക സ്വീകരിക്കാൻ പാടില്ല, നിയമപരമായി നിലനിൽക്കാത്ത സാധനമാണ്. സ്വീകരിക്കുകയില്ല എന്നുള്ളത് അവരുടെ ഡിസിഷനാണ്. പക്ഷേ നിയമപരമായ ആ പത്രിക സ്വീകരിക്കാൻ സാധ്യമല്ല, പാടില്ല. അതാണ് നമ്മളിപ്പോൾ എഴുതി കൊടുക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഇത് സുപ്രീം കോടതി വളരെ ക്ലിയറായിട്ട് ആവർത്തിച്ച് പല വിധിന്യായങ്ങളും പറഞ്ഞു, ജനങ്ങൾക്ക് അസറ്റ്സും ലയബിലിറ്റീസും അതുപോലെ തന്നെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. അതാണ് ഇവിടെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അഡീഷണൽ അഫിഡവിറ്റ് സ്വർണ്ണമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്നും വിഭാഗം പറഞ്ഞിട്ടുണ്ട്. അത് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല, അത് സപ്ലിമെൻ്ററി അഫിഡവിറ്റ് കൊടുത്തു. അതിനകത്ത് ഇത് ഉണ്ടോ എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല, റിട്ടേണിംഗ് ഓഫീസറും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് രണ്ടാമത് എഴുതി കൊടുക്കാൻ പറയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഡിസ്ക്ലോസ്, പ്രത്യേകിച്ച് ഒപ്പോസിഷൻ ലീഡറല്ലേ അദ്ദേഹം, ഒരു പൊതുപ്രവർത്തകനല്ലേ, എന്തിനാണ് അദ്ദേഹം മറച്ചു വയ്ക്കുന്നത്? അദ്ദേഹം നുണ പറയുന്നത് എന്തിനാണ്?
ഈ നുണ പറയൽ വിസ്മയങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണത്. തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ ആരോപണം കൂടി അവർ ഉന്നയിക്കുകയാണ് പുറത്ത്. അതായത് നുണ പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വാദങ്ങൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് CPIയുടെ അല്ലെങ്കിൽ അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയായ CPI ടൈസൺ മാസ്റ്ററുടെ പ്രതിനിധി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ രണ്ട് ഭാഗങ്ങളും, അതായത് ടൈസൺ മാസ്റ്ററുടെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ VD സതീശൻ്റെ പ്രതിനിധിയും തങ്ങളുടെ വാദങ്ങൾ എഴുതി കൊടുക്കും. ആ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ട് വൈകിട്ട് 3 മണിക്ക് പത്രിക സ്വീകരിക്കുന്ന കാര്യത്തിൽ വരണാധികാരി അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതിലും അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പത്രിക മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെയും ഈ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നതിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കയ്യിലുള്ള സ്വർണം, വാഹനത്തിന് പെനാൽറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് പത്രിക മാറ്റിവെച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികയും അദ്ദേഹത്തിന് ഈ സാമ്പത്തിക സ്രോതസ്സുകൾ മറച്ചുവെച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ള പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പത്രികയും മാറ്റിവെച്ചിരിക്കുകയാണ്.